പൊടി വെച്ചിട്ടുള്ള അടയായിരുന്നു കേട്ടോ. ഗോതമ്പുള്ളിരുന്നുള്ള ഉപ്പും കുറച്ച് ശർക്കരയും കുറച്ച് നാളികേരവും കുറച്ച് ജീരകമൊക്കെ പൊടി ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് നന്നായി കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് കുഴക്കണം കേട്ടോ. അത് ആ ശർക്കരയും നാളികേരവും ജീരകപ്പൊടിയും എല്ലാം കൂടി ആ മാവിലിങ്ങനെ നന്നായിട്ട് കുഴഞ്ഞ് മിക്സായി വരണത്. ഇനി നമുക്ക് ഗ്യാസ് വെച്ചിട്ട് പാൻ വെക്കാം കേട്ടോ. ഇവിടെ ദോശക്കല്ലൊന്നും ഇല്ല, അതുകൊണ്ട് ഞാൻ തൽക്കാലം ഈ പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും ഇത് അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള റെസിപ്പി ആട്ടോ. അമ്മ പണ്ട് ഇഷ്ടം പോലെ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അമ്മ ഉണ്ടായിരുന്നു ഇവിടെ. അപ്പോഴേക്കും അമ്മ വന്നു, ഇനി ബാക്കി ഞാൻ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അമ്മ ഇതാ അതിൽ നിന്ന് മാവ് എടുത്തു, എന്നിട്ട് ചെറിയൊരു ഉരുളയാക്കിയിട്ട് അത് നേരെ പാനിലേക്ക് വെച്ചു. പാനിൽ വെച്ച മാവിൽ ഒരു തുള്ളി വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കുക. കൈ കൊണ്ടാണ് ചെയ്യണത്. ശരിക്കും അത് കൈ കൊണ്ട് ചെയ്താലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അമ്മേനെ നല്ല വൃത്തിയായിട്ട് റൗണ്ടിലൊക്കെ പരത്തിയെടുത്തു കേട്ടോ. ഞാനെങ്ങാണാവണം, എന്നാൽ പിന്നെ അത് മറ്റേ നമ്മുടെ ഭൂപടം പോലെ കൈ പോവും. ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ, പക്ഷെ തിന്നാൻ ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ഇത്ര ഭംഗിയിൽ റൗണ്ടിൽ ഉരുട്ടിയെടുക്കാനൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇനിയിപ്പോൾ അത് അത്യാവശ്യം ഒന്ന് അടിഭാഗം നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അമ്മ അത് തിരിച്ചിടുമ്പോൾ നോക്കൂ, അതിൻ്റെ കളർ കേട്ടോ. ആ ശർക്കരയ്ക്ക് ഇങ്ങനെ ഉരുകിയിട്ട് എന്ത് രസമല്ലേ കാണാനായിട്ട്. കാണാനുള്ള ഭംഗി മാത്രമല്ല കേട്ടോ, അത് ഭയങ്കര ടേസ്റ്റുമാണ്. കട്ടൻ ചായയും ഈ അടിയും അതൊരു ഭയങ്കര കോമ്പിനേഷനാണ്. ഇനിയിപ്പോൾ അത് അതിൻ്റെ അപ്പുറ സൈഡ് ആയിട്ടുണ്ട്. അമ്മ അത് നേരെ മറിച്ചിട്ടു. അതിങ്ങനെ മറിച്ചിടുമ്പോഴേ ആ ശർക്കരയിൽ കൂടി ഉരുകിയിട്ടുള്ള ആ ഒരു മണം ഉണ്ടല്ലോ, നമുക്ക് ഭയങ്കര കൊതി തോന്നും കേട്ടോ തിന്നാൻ വേണ്ടിയിട്ട്. എന്തായാലും ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അത്യാവശ്യം നന്നായി മൊരിഞ്ഞു, വേവൊക്കെ പാകമായിട്ടുണ്ട്. നമുക്കിനി ഇത് പതിയെ എടുത്തിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. സൈഡിൽ നിന്നൊരു കഷ്ണം ഇങ്ങനെ പൊട്ടിച്ചെടുത്തിട്ട് നോക്കിക്കണ്ടോ, ശർക്കര നോക്കി ഉരുകിയിട്ട് അതങ്ങനെ ശരിക്കും ഇങ്ങനെ അലുത്ത് വന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നറിയാലോ. അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട് കേട്ടോ. പുറത്ത് നല്ല ഗംഭീര മഴ പെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ എന്തായാലും രാവിലത്തെ കാപ്പിടിക്കട്ടെ. കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്തോളൂ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട.